Hello, my dear students. Welcome back to our Business Studies online class. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിന് തുടർച്ചയായിട്ട് വരുന്ന ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഏരിയയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ള ഏരിയ മനസ്സിലാക്കി. ഏതൊക്കെയായിരുന്നു അവിടെ പറഞ്ഞ ഡയമെൻഷൻസ്? ഓർക്കുന്നില്ലേ? ഏതൊക്കെയാണ്? ഫസ്റ്റ് എക്കണോമിക് എൻവയോൺമെൻറ്റ്, ദെൻ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ എൻവയോൺമെൻറ്റ്, ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് ദ ലാസ്റ്റ് വൺ ലീഗൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റാണ്. കാരണം എന്താണ്? There are different macroeconomic factors which have an impact on society and the business. ബിസിനസ്സിനെയും സൊസൈറ്റിയെയും എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഏതൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നിങ്ങൾ എക്കണോമിക്സിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ? കോമേഴ്സ് സ്റ്റുഡൻസ് ആവുന്ന സമയത്ത് നമുക്ക് എക്കണോമിക്സ് എന്നൊരു പാർട്ടിൽ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ഇവിടെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് നോക്കുക. സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഈ സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനനുസരിച്ചും എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇമ്പാക്റ്റ് സൊസൈറ്റിയിലും ബിസിനസ്സിലും വരുന്ന എക്കണോമിക് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ചിലപ്പോൾ അത് ഫ്രീ എക്കണോമി ആവാം, ചിലപ്പോൾ എന്താവാം ക്ലോസ്ഡ് എക്കണോമി ആയിട്ട് മാറാം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, മിക്സഡ് എക്കണോമിക് ടൈപ്പ് ഓഫ് എക്കണോമിക് സ്ട്രക്ചർ. മിക്സഡ് എക്കണോമിക് സ്ട്രക്ചർ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ എക്കണോമിയോ ക്ലോസ്ഡ് എക്കണോമിയോ ആവാം. രണ്ടാമതെന്ന് പറഞ്ഞു മിക്സഡ് എക്കണോമിക് സ്ട്രക്ചർ ആവാം. Then third one, economic policies of the government. Another macroeconomic factor is എക്കണോമിക് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ അല്ലേ? ഇൻഡസ്ട്രിയൽ പോളിസി നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ മനസ്സിലാക്കാനുണ്ട്. അപ്പം ഇൻഡസ്ട്രിയൽ പോളിസീസ് ഉണ്ടാകാം, ഫിസ്ക്കൽ പോളിസീസ് ഉണ്ടാവാം, മോണിറ്ററി പോളിസീസ് ഉണ്ടാവാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ബിസിനസ് ഓർഗനൈസേഷനിൽ സ്വാധീനം ചെലുത്തുന്നു. അതാണ് നമ്മൾ തേർഡ് ഫാക്ടറായിട്ട് പറയുന്നത് എക്കണോമിക് പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്. ഓക്കെ, ദെൻ ദ ഫോർത്ത് വൺ, എക്കണോമിക് പ്ലാനിങ്. എക്കണോമിക് പ്ലാനിങ്, സാമ്പത്തികപരമായ ആസൂത്രണം. നിങ്ങൾ 5 ഇയർ പ്ലാൻസ് എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ ക്ലാസ്സുകൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 5 ഇയർ പ്ലാൻസ്, അതേപോലെ ആനുവൽ ബഡ്ജറ്റ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്നുള്ള ഏരിയയിൽ മനസ്സിലാക്കുന്നത്. ദെൻ എക്കണോമിക് ഇൻഡിസസ് അല്ലേ? എന്തൊക്കെയാണ് എക്കണോമിക് ഇൻഡിസസ്? നാഷണൽ ഇൻകം അല്ലേ? നാഷണൽ ഇൻകം പറയുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഇവിടെ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ്. എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ആണ് നമുക്കുള്ളത്? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? ബിസിനസ് ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 6 പോയിൻറ്റ്സും മാക്രോ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് വിൽ ഡയറക്ട്ലി or indirectly affect the performance of the business organization. ബിസിനസ് ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ നേരിട്ടോ അല്ലാതെയോ എഫക്റ്റ് ചെയ്യുന്ന മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സ് എല്ലായ്പ്പോഴും ചേഞ്ച് ചെയ്യുന്നു. ഈ ഫാക്ടേഴ്സ് എല്ലായ്പ്പോഴും ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എക്കണോമിക് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക പരിസ്ഥിതി എന്നതിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ സാമ്പത്തിക പരിസ്ഥിതി എന്നതിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഇൻഡസ്ട്രിയൽ പോളിസീസ് ആണ്. ഇൻഡസ്ട്രിയൽ പോളിസീസ്, ഇത്തരം ഇൻഡസ്ട്രിയൽ പോളിസീസ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ പോളിസീസ് ഇൻ 1991. 1991 ഇൻഡസ്ട്രിയൽ പോളിസിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇൻഡസ്ട്രിയൽ പോളിസി 1991, 1991 വ്യാവസായിക നയം. In 1991, the Indian economy faced a series of foreign exchange crises and a high government deficit and a rising trend in prices. As per the economic reforms, the India government announced a new industrial policy in the year 1991.
1991 എന്ന് പറയുന്ന കാലഘട്ടം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വിദേശ വിനിമയത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ വില വർധനവ് മൂലമുണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, ഇതിനൊക്കെ ഒരു മറുപടി എന്നോണമാണ് 1991 ഇന്ത്യ ഗവൺമെൻറ് വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അനൗൺസ് ചെയ്തത്. ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, പുതിയ വ്യാവസായിക നയം വന്നതോടുകൂടി ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് സെക്ടർ യൂണിറ്റുകൾക്കും പ്രൈവറ്റ് സെക്ടർ യൂണിറ്റുകൾക്കും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് വലിയ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിച്ചു. എന്തൊക്കെയാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. First point, the government reduced the number of industries under compulsory licensing into 6. നിർബന്ധമായും ലൈസൻസ് ആവശ്യമുള്ള വ്യവസായങ്ങളുടെ എണ്ണം 6 ആക്കി കുറച്ചു. അതായത് ആദ്യം നിർബന്ധമായ ലൈസൻസ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന പല വ്യവസായങ്ങളെയും കമ്പൽസറി ലൈസൻസിങ് എന്നതിൽ നിന്ന് ഒഴിവാക്കി. അത്രയും രാജ്യത്തിന് നിയന്ത്രണമായിട്ട് വേണ്ടി വരുന്ന വ്യവസായങ്ങളെ മാത്രം കമ്പൽസറി ലൈസൻസിങ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി. അത് എത്ര മാത്രമാക്കി ചുരുക്കി? 6 എണ്ണമാക്കിയിട്ട് ചുരുക്കി. ഓക്കെ. സെക്കൻഡ് വൺ, de-reserved many industries which were earlier reserved for the public sector. പണ്ട് പബ്ലിക് സെക്ടറിന് നീക്കി വെച്ചിരുന്ന പല വ്യവസായങ്ങളും ഡീറിസർവ് ചെയ്തു പ്രൈവറ്റ് മേഖലയ്ക്ക്, സ്വകാര്യ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചു. അപ്പോൾ ഡീറിസർവേഷൻ എന്നൊരു കാര്യവും ഏതിലൂടെ വന്നിട്ടുണ്ട്? 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കൂടി വന്നിട്ടുണ്ട്. തേർഡ് പോയിന്റ്, disinvestment was carried out in case of many public sector enterprise. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ഓഹരികൾ പലതും പബ്ലിക്കിന് എന്ത് ചെയ്തു? വിറ്റയച്ചു. അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ഫീച്ചറിൽ നമ്മൾ മൂന്നാമതായിട്ട് പറയുന്നു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഒരു പ്രവർത്തനം ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കൂടി വന്നിട്ടുണ്ട്. ഫോർത്ത് പോയിന്റ്, പോളിസി ടുവേർഡ്സ് ഫോറിൻ ക്യാപിറ്റൽ വാസ് ലിബറലൈസ്ഡ്. വിദേശ മൂലധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉദാരവൽക്കരിച്ചു. അതായത് വിദേശ മൂലധന വ്യവസായ നയങ്ങളിൽ പല കാര്യങ്ങളും ലിബറലൈസ് ചെയ്തതും 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കൂടി ആണ്. ഫിഫ്ത്ത് പോയിന്റ്, ഗ്രാൻഡഡ് ഓട്ടോമാറ്റിക് പെർമിഷൻ ഫോർ ടെക്നോളജി അഗ്രിമെന്റ് വിത്ത് ദ ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനികളുമായി വരുന്ന ടെക്നോളജിക്കൽ അഗ്രിമെന്റിന് പെർമിഷൻ പ്രൊവൈഡ് ചെയ്തു. അതായത് പുതിയ പുതിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് വരുന്ന സമയത്ത് അത്തരം ടെക്നോളജീസ് നമ്മുടെ ഇന്ത്യൻ കമ്പനികളിൽ ഉപയോഗിക്കുവാൻ എന്ത് ചെയ്തു? ഈ ഒരു 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കൂടി കമ്പനികൾക്ക് അനുവാദം നൽകി. ഓട്ടോമാറ്റിക് പെർമിഷൻ പ്രൊവൈഡ് ചെയ്തു. സിക്സ്ത് വൺ, FIPB വാസ് സെറ്റപ്പ്. FIPB എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ്. എന്തിനു വേണ്ടിയാണ് FIPB? ടു ചാനലൈസ് ദ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഇൻ ഇന്ത്യ. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പ്രൊമോഷന് വേണ്ടി ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ബോർഡ് സെറ്റ് ചെയ്തു. ഈ 6 കാര്യങ്ങളാണ് 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ വന്നിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയ 1991 ഇൻഡസ്ട്രിയൽ പോളിസിയും അതിൻ്റെ ഫീച്ചേഴ്സും നമ്മുടെ എക്സാമിനേഷനിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ഏരിയയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് പഠിക്കുക. പോളിസിയും അതിൻ്റെ തൊട്ട് മുന്നിൽ പറഞ്ഞിട്ടുള്ള എക്കണോമിക് കാര്യങ്ങളും എക്കണോമിക് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. 3 ഏരിയയും കൂടിയാണ് നമുക്ക് 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ മനസ്സിലാക്കുവാനുള്ളത്. അതായത് ദ എസൻസ് ഓഫ് 1991 ഇൻഡസ്ട്രിയൽ പോളിസി ഈസ് ടു ലിബറേറ്റ് ദ ഇൻഡസ്ട്രീസ് ഫ്രം ദ ലൈസൻസിങ് രാജ്, ദാറ്റ് ഈസ് ലിബറലൈസേഷൻ. അതായത് ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ലിബറലൈസേഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ, ടു reduce the participation of the public sector, that is privatization. Second one, private liberalization പറഞ്ഞു, privatization പറഞ്ഞു. And the third one is globalization. അപ്പം ഈ 3 പോയിന്റുകളും കൂടി ഈ 3 പോയിന്റിനും, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG, ഈ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം വന്നത് 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കൂടി ആണ്. ഫസ്റ്റ് വൺ, ലിബറലൈസേഷൻ. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു വേർഡ് അല്ലേ? ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം ദ റെസ്ട്രിക്ഷൻസ് ആൻഡ് ദ ലെജിസ്ലേഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന നിയമാവലികൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നും സമ്പദ്ഘടനയെ
ലിബറേറ്റ് ചെയ്യുക, അതായത് സമ്പദ്ഘടനയെ ഉദാരവൽക്കരിക്കുക, ലളിതമാക്കുക എന്നൊക്കെയാണ് ലിബറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ലിബറലൈസേഷൻ എന്ന വേർഡിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ, അതായത് നമുക്ക് ഈ അതിൻ്റെ പെർമിഷൻസ്, ഓരോ ഇൻഡസ്ട്രീസിന് കൊടുത്തിട്ടുള്ള കോട്ടകൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും അതായത് നിയന്ത്രണങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ ലിബറേറ്റ് ചെയ്തു. ലിബറലൈസേഷൻ നടത്തിയ സമയത്ത് ഉദാരവൽക്കരണത്തിലൂടെ പല ഇൻഡസ്ട്രീസിനും ഒരുപാട് മുന്നോട്ട് അവരുടെ പ്രവർത്തനത്തെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഏരിയയാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. സെക്കൻഡ് വൺ പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം. The word privatization is coined by Peter F. Drucker. നമ്മൾ മാനേജ്മെന്റ് പഠിച്ച സമയത്ത് ബിസിനസ് സ്റ്റഡീസിന്റെ ആദ്യത്തെ വീഡിയോ ക്ലാസ്സിൽ ഡെഫിനിഷൻ നമ്മൾ ഉപയോഗിച്ചതാണ് പീറ്റർ എഫ് ഡ്രക്കർ. പീറ്റർ എഫ് ഡ്രക്കർ ആണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ള വേർഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ മീൻസ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് ഇൻക്രീസ് ദ റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ. അതായത് സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ഏതിന് പ്രാധാന്യം കുറയ്ക്കുക? പബ്ലിക് സെക്ടറിന് ഉള്ള പൊതുമേഖലയ്ക്കുള്ള പ്രാധാന്യം കുറയ്ക്കുക എന്നതാണ് പ്രൈവറ്റൈസേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ട് വന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ലിബറലൈസേഷൻ, then second one privatization, and the third one is globalization അഥവാ ആഗോളവൽക്കരണം. That means free movement of goods and services across the world. അതായത് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫ്രീ മൂവ്മെന്റ്സ് ആണ് അവിടെ പറഞ്ഞത്. ടു എൻകറേജ് ദ ഫോറിൻ പാർട്ടിസിപ്പേഷൻ ഇൻ ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതായത് വിദേശ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായിട്ടുള്ള മൂവ്മെന്റ്, ഇന്ത്യൻ കമ്പനീസിലേക്ക് വിദേശ കമ്പനികളുമായിട്ടുള്ള എല്ലാ മൂവ്മെന്റും, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയാലും മെറ്റീരിയൽസ് ആയാലും അല്ലെങ്കിൽ മെഷീനറീസ് ആയാലും ഇനി ഹ്യൂമൻ റിസോഴ്സസ് ആയാലും രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? ഫ്രീ മൂവ്മെന്റ്സ് ഏതിലൂടെ വന്നു? ഗ്ലോബലൈസേഷൻ എന്നതിൽ കൂടി വന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ 1991 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ കൂടെ പറയാൻ. അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പം ഈ ഒരു ഏരിയ കൂടി 1991 ഇൻഡസ്ട്രിയൽ പോളിസിയുടെ കൂടെ ചേർക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താനുള്ളത് ഇമ്പാക്ട് ഓഫ് ഗവൺമെന്റ് പോളിസി ഇൻ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി. നമ്മൾ നേരത്തെ LPG പറഞ്ഞു അല്ലെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. This LPG made a great impact on Indian business and industry. എന്തൊക്കെയാവാം? അതായത് LPG, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ വ്യവസായങ്ങളുടെ കാര്യത്തിൽ എന്തെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഈ ഏരിയയും നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നു ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. അല്ലെ, മത്സരങ്ങൾ കൂടി, കോമ്പറ്റീഷൻ കൂടി. നമുക്കറിയാം ലൈസൻസിങ് എന്നുള്ളത് എന്തായിട്ടുണ്ട്? നമ്മൾ ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എൻട്രി ഓഫ് ഫോറിൻ ഫേംസ് ഇൻ ടു ഇന്ത്യ, ഇങ്ങനെ വിദേശ കമ്പനികൾ വരുന്നതും അതേപോലെ ലൈസൻസിങ് ഉദാരവൽക്കരിച്ചതും എല്ലാം കൂടി എന്ത് ചെയ്തു? ഇന്ത്യൻ ബിസിനസ്സിൽ, ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ വലിയ തോതിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചത്. പ്രധാനമായും ഇൻ ദ ഏരിയ ഓഫ് ബാങ്കിങ്, ദെൻ ഇൻ ദ ഏരിയ ഓഫ് ഇൻഷുറൻസ്, ഇത്തരം ഏരിയകൾ, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് രീതിയിൽ ഒരുപാട് വലിയ തോതിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇൻക്രീസിങ് കോമ്പറ്റീഷൻ, മത്സരങ്ങൾ വർദ്ധിച്ചു. സെക്കൻഡ് പോയിന്റ് മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്, അതായത് കൺസ്യൂമേഴ്സിന്റെ ആവശ്യം കൂടുതലായി ആവശ്യപ്പെടുന്ന കൺസ്യൂമേഴ്സ്. നമുക്കറിയാം വി ആർ ദ കൺസ്യൂമേഴ്സ് അല്ലേ, നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമുക്ക് എന്ത് ചെയ്തു? വി ഹാവ് വൈഡർ ചോയ്സ് ടു സെലക്ട് എ പ്രോഡക്റ്റ്. നമുക്കൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഒരുപാട് ചോയ്സ് ഉണ്ട്. കാരണം എന്താണ്? ദ എൻട്രി ഓഫ് ഫോറിൻ ഫേംസ് ഇൻ ടു ഇന്ത്യൻ മാർക്കറ്റ്. വിദേശ കമ്പനികൾ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നതോടുകൂടി നമ്മുടെ പ്രോഡക്റ്റുകളുടെ എണ്ണം വർദ്ധിച്ചു. ഒരു പ്രോഡക്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പോയാൽ നമ്മൾ ആ ഷോപ്പിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ കാണുന്നുണ്ട് അല്ലേ. അതിൽ നിന്നും ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്രോഡക്റ്റ് മാത്രമേ ആര് സെലക്ട് ചെയ്യുന്നുള്ളൂ? കൺസ്യൂമേഴ്സ് സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും കൺസ്യൂമേഴ്സിന് ആവശ്യങ്ങൾ കൂടി വന്നു. കൺസ്യൂമേഴ്സ് കൂടുതലായി ആവശ്യപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് പോയിന്റ് മോർ ഡിമാൻഡിങ് കൺസ്യൂമേഴ്സ് ഓർ മോർ ഡിമാൻഡിങ് കസ്റ്റമേഴ്സ്. ഓക്കെ. തേർഡ് പോയിന്റ് റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്.
മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് ആണ് അല്ലെ. നമുക്കറിയാം ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ വർദ്ധിച്ചു ആൻഡ് ദ ന്യൂ എൻട്രി ഓഫ് ദ ഫോറിൻ കമ്പനീസ് ഇൻ ടു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പുതിയ കമ്പനീസിന്റെ എൻട്രി വന്നു. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ദ ഇന്ത്യൻ കമ്പനീസ് ടു develop their own technology and apply it into the organization. പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനും അത് അവരുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാനും ഇന്ത്യൻ കമ്പനീസിന് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് അല്ലേ. അവർ ഫോഴ്സ് ചെയ്യപ്പെടുകയാണ്. ഇത്തരം പുതിയ സ്ഥാപനങ്ങൾ വരുന്നത്, കോമ്പറ്റീഷൻ വർദ്ധിക്കുന്നത് ഒക്കെ നമ്മുടെ ഇന്ത്യൻ കമ്പനീസിന് എന്താവാണ്? പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതിലേക്ക് അവരെ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതും ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഇമ്പാക്റ്റ് ആണ്. റാപ്പിഡ്ലി ചേഞ്ചിങ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഫോർത്ത് വൺ, നെസസിറ്റി ഫോർ ചേഞ്ച്, മാറ്റത്തിൻ്റെ ആവശ്യകത. അതായത് ഒരു മാറ്റം എന്നത് ഇവിടെ വളരെ അനിവാര്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് നമുക്ക് ഈ ഒരു ഇമ്പാക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. എല്ലാ സ്ഥാപനങ്ങളും എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അവരുടെ ഓർഗനൈസേഷനും ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? അവർ ചേഞ്ച് ചെയ്യണം. അവരുടെ ടെക്നോളജി അവർ ചേഞ്ച് ചെയ്യണം. പ്രോഡക്റ്റിൽ പുതിയ പ്രോഡക്റ്റ് അഡ്വാൻസ്മെന്റ് അവർ നടത്തണം. ഇങ്ങനെ ഒരു മാറ്റം എന്നത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നു. ഏതിലൂടെ? ആസ് പെർ ദ 1991 ഇൻഡസ്ട്രിയൽ പോളിസി. ഓക്കെ. ഫിഫ്ത്ത് പോയിന്റ്, നീഡ് ഫോർ ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ്. The Indian industries have been suffering from the problem of lack of trained employees. അല്ലേ, ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള എംപ്ലോയീസിൻ്റെ കുറവ് എന്നതാണ് നമുക്ക് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടുന്നതും പുതിയ ഓർഗനൈസേഷൻസ് വരുന്നതും പുതിയ ടെക്നോളജി വരുന്നതും എല്ലാം നിലവിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുക എന്നത് അനിവാര്യമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടെക്നോളജിയിൽ അവർക്ക് എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. അതാണ് നമ്മുടെ ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത്, ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, മാർക്കറ്റ് ഓറിയന്റേഷൻ. അതായത് വിപണിക്ക് പ്രാധാന്യമുള്ളത്. ലാസ്റ്റ് പോയിന്റ് ഈസ് മാർക്കറ്റ് ഓറിയന്റേഷൻ. ഇവിടെ എന്തിന് പ്രാധാന്യം കൊടുത്തു? വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തു. ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ടു പ്രൊഡ്യൂസ് ഫസ്റ്റ് അല്ലേ, നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ ആണ് ഇമ്പോർട്ടൻസ്, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് എന്തുള്ളൂ? മാർക്കറ്റ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്നു. അതിലൊരു ചേഞ്ച് ഇതിലൂടെ വന്നു. 1991 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ കൂടി വന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇതിലൂടെ എൻട്രി ഓഫ് ന്യൂ ഫോറിൻ ഫേംസ് ഇൻ ടു അവർ മാർക്കറ്റ്. പുതിയ ഫേംസ് വരാൻ തുടങ്ങിയതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഡക്റ്റിന് കോമ്പറ്റീഷൻ കൂടി. ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയ ടെക്നോളജീസ് വന്നു. അങ്ങനെ ഈ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. എന്താണോ മാർക്കറ്റിലെ വിപണിയിൽ എന്തിനാണോ ഡിമാൻഡ് ഉള്ളത് ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പാക്റ്റ് ഓഫ് ഗവൺമെൻറ് പോളിസി എന്നതിൽ മനസ്സിലാക്കുവാൻ ഉള്ളത്. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇന്നെടുത്ത ഏരിയ മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മളുടെ സെക്കൻഡ് ഇയർ ബിസിനസ് സ്റ്റഡീസിലെ 3rd ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നത് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഏരിയകളെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓരോ ഭാഗത്തിൻ്റെയും പ്രീവിയസ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാത്ത ഭാഗങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.